കോംറേഡ്, എ ഡീപ് ലവ് സ്റ്റോറി. പുലരിയുടെ മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന മനോഹരമായൊരു ഗ്രാമം. തല ഉയർത്തി നിൽക്കുന്ന പുൽനാമ്പുകളിൽ സൂര്യകിരണങ്ങൾ പൊൻപ്രഭ തൂകി. കിളികളുടെ കലപില ശബ്ദം അവിടെ അലയടിച്ചു. അങ്ങ് ദൂരെ ഒരു വാഗമരച്ചുവട്ടിൽ തൻ്റെ ചിന്തകളെ മേയാൻ വിട്ട് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ, ശിവപാർവതി. അവളെ അലോസരപ്പെടുത്താനെന്ന വണ്ണം ഇളങ്കാറ്റ് അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ടിരുന്നു. മുഖത്തേക്ക് ഊർന്ന വീണ മുടി അവൾ മാടിയൊതുക്കുന്നതിനിടെ അവളുടെ ദേഹത്തേക്കൊരു വാഗപ്പൂ കൊഴിഞ്ഞു വീണു. അവൾ ആ പൂ കയ്യിലെടുത്ത് അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. താൻ പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൾക്ക് തടയാനായില്ല. ഈ ചുവപ്പ് തൻ്റെ സഖാവിന് ഏറെ ഇഷ്ടപ്പെട്ട നിറം, തൻ്റെ സീമന്തരേഖയിൽ താൻ ചാർത്താൻ ആഗ്രഹിച്ചത്, ഒടുവിൽ തൻ്റെ സ്വപ്നങ്ങളെ കവർന്നെടുത്ത് തന്നെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട നിറം. അവൾ വേദനയോടെ ആ പൂവിലേക്ക് നോക്കി. കഴിഞ്ഞ 6 വർഷത്തിനിടക്ക് ഒരുപാട് മാറ്റം തനിക്ക് സംഭവിച്ചിരിക്കുന്നു. കൈകളിൽ കിലുകിലാ ശബ്ദമുണ്ടാക്കിയിരുന്ന കുപ്പിവളകൾ ഇന്നില്ല. തൻ്റെ ഒഴിഞ്ഞ കൈകളിലേക്ക് അവളൊന്ന് നോക്കി. കണ്ണെഴുതാതെ തന്നെ മുമ്പൊന്നും ആരും കണ്ടിട്ടില്ല. ഇന്നെൻ്റെ നയനങ്ങൾ കരിമഷിയോട് കിന്നാരം പറയാറേയില്ല. ഒഴിഞ്ഞുകിടക്കുന്ന കഴുത്തിലും ഒരലങ്കാരവുമില്ല. എല്ലാം കൊണ്ടും താൻ മാറിയിരിക്കുന്നു. മാറ്റമില്ലാതെ തന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് അത് നിന്നോടുള്ള പ്രണയം മാത്രമാണ് സഖാവേ. അനുസരണയില്ലാതെ ഒഴുകുന്ന കണ്ണുനീർ അവൾ പതിയെ തുടച്ചു മാറ്റി. തൊട്ടുപുറകിൽ ആരുടെയോ കാൽ പെരുമാറ്റം കേട്ടതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്കറിയാം വന്നതാരാണെന്ന്. ഈ ഭൂമിയിൽ താൻ ആരോടെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ മനുഷ്യൻ്റെ മുമ്പിൽ മാത്രമാണ്. തനിക്ക് താങ്ങായും തണലായും നിലകൊള്ളുന്ന ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ തനിക്ക് കഴിയില്ല. അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. തന്നെ പ്രതീക്ഷകളോടെ നോക്കുന്ന ആ കണ്ണുകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തന്നെ തന്നിൽ നിന്നും നടന്നകലുന്ന തൻ്റെ പ്രണയത്തെ അയാളും വേദനയോടെ നോക്കി നിന്നു. കോംറേഡ്, ദി ഡീപ് ലവ്. മറക്കാതെ കാണുക. നാളെ മുതൽ നിങ്ങളുടെ ഷാഹുൽ മലയിൽ സ്റ്റോറീസിൽ എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൾ വിരിയുന്ന മനോഹരമായ പ്രണയകാവ്യം ഏക എഴുതുന്ന കോംറേഡ്, ദി ഡീപ് ലവ്.